തീർച്ചയായും രാഷ്ട്രീയമായും അത് നേട്ടമായി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജൻസി അടക്കമുള്ള തലമുറകൾ രാഷ്ട്രീയത്തിനോട് വിരക്തി കാട്ടുന്നു എന്ന പ്രചാരണം ഒരു സ്ഥലത്ത് കൊടുമ്പിരി കൊള്ളുമ്പോൾ അതല്ല, ജൻസിക്ക് അഭിപ്രായമുണ്ട്, രാഷ്ട്രീയത്തിൽ ഇടപെടലുണ്ട് എന്ന് കൃത്യമായി പറയുവാൻ കൂടി ഇത് സാധ്യമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇല്ല, അങ്ങനെ വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എല്ലാ കാലത്തും ഒന്ന് ഓർത്തു നോക്കൂ, 1970 എത്ര ചെറുപ്പക്കാരി അന്ന് കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കിയത്. അവരിൽ ഭൂരിപക്ഷം ജയൻ ഗില്ലേഴ്സായി അവരിൽ പലരും വന്നുവല്ലോ. ഓരോ തെരഞ്ഞെടുപ്പിലും അത് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ മുതിർന്നവരെല്ലാം കൂടി നമ്മളങ്ങ് മാറ്റി നിർത്തുക അല്ലല്ലോ. നരേന്ദ്രമോദി ചെയ്ത കണക്ക് അന്ന് വരെ BJP ഉണ്ടാക്കിയ മുഴുവൻ ആളുകളെയും കൂടെ പിടിച്ച് ദൂരെ കളഞ്ഞിട്ട് അധികാരം പിടിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അനുഭവ സമ്പത്തുള്ള നേതൃത്വത്തെയും ഒപ്പം നിർത്തി അതോടൊപ്പം മറുഭാഗത്ത് യുവാക്കളെയും സ്ത്രീകളെയും കൂടി കൂടുതലായി മുന്നോട്ട് കൊണ്ടുവന്ന് കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാടും നടപടിയും എടുത്തുകൊണ്ട് കോൺഗ്രസ് UDF മുന്നോട്ട് പോകും. ഇന്നലകളിൽ വിദ്യാർത്ഥി യുവജന വനിതാ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഞാൻ അടക്കമുള്ള പൊതുപ്രവർത്തകർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ്. അത് കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ, കാരണം ഈ യുവജനങ്ങളുടെ ചിന്തകളും സ്ത്രീകളുടെ പക്ഷത്തുള്ള ചിന്തകളും ഞാനിപ്പോൾ നോക്കൂ, ഇപ്പോൾ പഞ്ചായത്തുകളൊക്കെ ജയിച്ചു വന്നു. സ്ത്രീകൾ കൂടി ജയിച്ചു വരുന്ന സ്ഥലത്ത് സ്ഥൂലവും സൂക്ഷ്മവുമായ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും സ്ഥൂലമായ വികസനങ്ങൾ നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട്. സൂക്ഷ്മ വികസന ആവശ്യങ്ങളെ സ്ത്രീകളുടെ കൂടി അഭിപ്രായം മാനിച്ചാലേ പൂർണ്ണത ഉണ്ടാവുള്ളൂ. അതിന് ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ സമൂഹം. യുവത്വത്തിന്റെ പ്രസരിപ്പ് നമുക്ക് അനിവാര്യമാണ്. എന്താ പറയാ, ജനസംഖ്യയിൽ പകുതിയിലേറെയുള്ള വനിതകളുടെ ആനുപാതികമായ റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യം രാജ്യത്തിന്റെ രാഷ്ട്രീയ മാറ്റത്തിന് വളരെ അനിവാര്യമാണ്. എത്രയോ കാലമായി ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. കോൺഗ്രസ് അത് പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ടാണല്ലോ നേരത്തെ തന്നെ ഉദയപൂർ ശിബിരത്തില് AICC തന്നെ ഇത് പ്രഖ്യാപിച്ചത്. AICC പ്രഖ്യാപിച്ച കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞില്ല. ഇനി അത് പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നുള്ളതാണ് UDFന്റെ ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവന എന്ന് കരുതുകയാണ്.